ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രീൻ പീസ് മസാലക്കറിയുടെ റെസിപ്പിയാണല്ലോ ചെയ്യുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ പുട്ടിൻ്റെ കൂടെ അതേപോലെ തന്നെ എല്ലാത്തിനും നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഈ കറി. അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോകരുത് കേട്ടോ. ആദ്യം തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ സവാളയും അതുപോലെ തന്നെ പച്ചമുളക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു മണം ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. കാരണം ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു കടായിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴും ഒരു അര സ്പൂണൊക്കെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതല്ലാതിരുന്നാൽ മുളക് പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉള്ളിയും അതേപോലെ തക്കാളി പച്ചമുളകൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വന്നോട്ടെ. ഈ സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു 1 സ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർക്കുക. അതും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു റോ ടേസ്റ്റ് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. ആ സമയത്ത് ഒന്ന് മൂടി വയ്ക്കുക. ഒരു മിനിറ്റൊക്കെ ഇതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ എല്ലാം നല്ലൊരു മിക്സായിട്ട് വരുമല്ലോ. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഗ്രീൻ പീസ് ഞാൻ നേരത്തെ തന്നെ ചെറുതായിട്ട് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുക്കറിലല്ല ഞാൻ വേവിച്ചത്, കടായിൽ തന്നെയാണ് വേവിച്ചെടുത്തത്. ചില സമയത്ത് കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് ഒരുപാട് വെന്ത് ഉടഞ്ഞ് സ്മാഷായിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കടായിൽ തന്നെ കുറച്ച് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. അതൊന്ന് നന്നായിട്ട് ഈ ഗ്രേവിയിൽ നന്നായിട്ട് മിക്സായിട്ട് വന്നോട്ടെ. ഈ സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിയിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഗ്ലാസ് 2-2.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അത് ചൂടാറുമ്പോൾ ഗ്രേവി ഒരുവിധം നന്നായിട്ട് തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഗ്രീൻ പീസ് എടുക്കണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ബൗള് ഗ്രീൻ പീസ് എടുത്തതിനുള്ള ഗ്രേവി ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞത് കേട്ടോ. അത് ചൂടാറി കഴിയുമ്പോൾ വീണ്ടും അത് തിക്കായിട്ട് വരുമല്ലോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇതെല്ലാം ഗ്രേവിയും അതുപോലെ ഗ്രീൻ പീസിലൊക്കെ നന്നായി പിടിച്ച് വരണമല്ലോ. കറി ഇതുപോലെ നന്നായി കുറുകി നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഗ്യാസ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ബട്ടർ ഗ്രേവിയിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരും. നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സോൾട്ടഡ് ബട്ടർ ചേർക്കുകയാണെങ്കിൽ ഗ്രേവിയിൽ ആ ഉപ്പിൻ്റെ ഒരു ഇതൊക്കെ നോക്കണം കേട്ടോ. കാരണം ഒരുപാട് ഉപ്പായി പോകരുത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി മല്ലിയിലയോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി റെഡി ആയിട്ടുള്ളത് കേട്ടോ. ബട്ടറൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് വരും. ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ശരിക്കും ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസും കൂടെ അറിയിക്കണം കേട്ടോ. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.